ഗുഡ് മോർണിംഗ് ഗൈസ്. നമുക്കിതൊരു ഡേ ഇൻ മൈ ലൈഫ് നോക്കിയാലോ? 38 വീക്സ് പ്രഗ്നൻറ്റ് വുമൻസ് ഡേ ഇൻ മൈ ലൈഫ്. കേൾക്കുമ്പോൾ നല്ല രസമാണ്, പക്ഷെ അത്ര രസമൊന്നുമില്ല. അപ്പോൾ വെൽക്കം ടു ഭൂതം വ്ളോഗ്. അപ്പോൾ ഞാൻ രാവിലെ സാധാരണ ഒരു ലേറ്റാവും എണീക്കാൻ, കാര്യം ഉറങ്ങാൻ ലേറ്റാവും. എനിക്ക് ഉറക്കം തീരെയില്ല. ഞാൻ രാത്രി ഒരു 10 പ്രാവശ്യമെങ്കിലും ബാത്റൂം പോകാൻ എണീക്കും. എന്നിട്ട് കിടന്നുറങ്ങി. ഇന്ന് ഞാൻ 5 മണിക്ക് എണീച്ചിന്, 12 മണിക്ക് എണീച്ചിന്, 3 മണിക്ക് എണീച്ചിന്. എല്ലാ സമയവും എണീക്കുമ്പോൾ ഞാനിങ്ങനെ വെറുതെ ഫോൺ നോക്കും. എന്നിട്ട് ഉറങ്ങും. ലൈക്ക് അങ്ങനെ ഡീപ്പ് സ്ലീപ്പൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഇപ്പോൾ സമയം 11 മണി. ഇനി ഫുഡ് കഴിക്കണം, പുറത്ത് പോകണം. പുറത്താണെങ്കിൽ നല്ല മഴയാണ്, നല്ല തണുപ്പാണ്. ഞാൻ 2 ഡ്രസ്സ് ഇട്ടിട്ടാണ്, എനിക്ക് തണുത്തിട്ട് നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം UK കറൻ്റ് നല്ല തണുപ്പാണ്. സ്നോഫോളുണ്ട് പല സ്ഥലത്തും. ഇവിടെ സ്നോഫോളൊന്നുമില്ല, പക്ഷെ നല്ല മഴയുണ്ട് പുറത്ത്. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതൊരു അങ്ങനത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല, നിങ്ങൾ വിചാരിച്ച പോലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ആയിരിക്കില്ല. അപ്പോൾ ഇന്ന് എനിക്ക് ഡോക്ടറെ കാണിക്കാൻ പോകണം. കാര്യം ഈ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ എനിക്ക് പുതിയ പുതിയ അസുഖങ്ങളൊക്കെ വന്നു തുടങ്ങി ഗൈസ്. അതിൽ ഒന്നാമത്തേത് മെയിനായിട്ടതോടെ ആസ്മ. എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഇതുവരെ ഈ സാധനം ഉപയോഗിച്ചിട്ടില്ല, ഇൻഹേലർ. പക്ഷേങ്കിൽ ഒരു 2 വീക്സ് മുന്നേ എനിക്ക് ഭയങ്കര ശ്വാസം കിട്ടാണ്ടായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അവരെനിക്ക് ഇൻഹേലർ ചെയ്ത് തന്ന്. അപ്പോൾ ഇത് ഇത് ശരിക്കും ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യാൻ തന്നതാണ് അവർ. പക്ഷേ ഞാനിത് അടിച്ചടിച്ച്, കാര്യം എനിക്ക് ഓരോ പ്രാവശ്യം ശ്വാസം മുട്ടൽ വരുമ്പോൾ ഞാനിത് അടിക്കുകയാണ്. ഇത് ശരിക്കും അടിക്കാൻ പാടില്ല അത്ര. കാര്യം ഇത് ടെമ്പററി ആയിട്ട് തന്നതാണ് ഈ ബ്ലൂ കളർ സാധനം. അപ്പം ഞാനിങ്ങനെ GP വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് അങ്ങനെ ഇത് ഇത്ര പെട്ടെന്ന് നീ അടിച്ച് തീർത്തിട്ടുണ്ടെങ്കിൽ യു ഷുഡ് കം ആൻഡ് സീ മീ എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇന്ന് ഡോക്ടറെ കാണാൻ പോവാണ്. കാര്യം പുള്ളിക്കാരിക്ക് എൻ്റെ ചെസ്റ്റൊക്കെ നോക്കണം. ഞാൻ ഭയങ്കര കുരയാണ്, എനിക്ക് കുറച്ച് ഞാൻ അങ്ങനെ ഇല്ലാണ്ടായി. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. ഹോസ്പിറ്റലിൽ GP പോകണം. പിന്നെ ബേബീൻ്റെ കുറച്ച് സാധനങ്ങളൂടെ വാങ്ങിക്കാനുണ്ട്. എൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. വീട്ടിലേക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ നമ്മളെ കാർ സീറ്റ് വന്നിട്ടുണ്ട്, അത് നമുക്ക് അൺബോക്സ് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെ തുടങ്ങാം ഗൈസ്. കബോർഡ് ഞാൻ റെഡിയൊക്കെ ആയി. ഫുഡ് കഴിച്ച മീൻസ് അതൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തില്ല. സാധാരണ കോൺഫ്ലെക്സ് ആണ് ഞാൻ കഴിച്ചത്. രാവിലെ ഞാൻ എണീറ്റോട് ഞാൻ കോൺഫ്ലെക്സ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ വല്ല മുട്ടയോ, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് മുട്ട. പക്ഷേ ഇവനെന്നെ നിർബന്ധിച്ച് തിന്നിപ്പിക്കാറുണ്ട്. എനിക്കിഷ്ടമല്ല മുട്ട. ഐ ഡോണ്ട് നോ വൈ. എസ്പെഷ്യലി പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് മുട്ട തീരെ ഇഷ്ടമില്ലാത്ത. അപ്പോൾ ഞാൻ പോകുന്നതിനെക്കാട്ട് മുന്നേ നമ്മൾ വാങ്ങിച്ച കുറച്ച് സാധനം, കാര്യമായിട്ട് ഞാൻ നെസ്റ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല. കാര്യം ബേബി വന്ന പാടന്നെ നമ്മളെല്ലാ പേപ്പർ വർക്കും പ്രയോറിറ്റിയിൽ വെച്ചിട്ട് നാട്ടിൽ പോകാനുള്ള പ്ലാനാണ്. അതുമാത്രമല്ല നമ്മൾ ഈ വീടൊക്കെ ഫുള്ള് വെക്കേറ്റ് ചെയ്തിട്ട് പോകാനുള്ള പ്ലാൻ. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോയിൽ ഫുൾ പറഞ്ഞുതരാം. അപ്പോൾ അതിൽ കൂടുതൽ നെസ്റ്റിംഗ് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. കൂടിപ്പോയൊരു 2 മാസം ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. അതിനുള്ളിൽ നമ്മൾ നാട്ടിലേക്ക് പോകും. പിന്നെ ഒരു 3-4 മാസം നാട്ടിലായിരിക്കും. അപ്പോൾ കാര്യമായിട്ട് വാങ്ങിച്ചത് അതിലൊന്നാമത്തേത് ബാസ്ക്കറ്റാണ്. ഇതാണ് ബേബി ബാസ്ക്കറ്റ് വാങ്ങിച്ചത്. ഇതിനൊരു ലെഗൊക്കെ വരുന്നുണ്ട്, അത് സൈഡിൽ എവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ മാർക്കറ്റ് പ്ലേസിൽ നിന്നാണ് വാങ്ങിച്ചത്. കാര്യം ആകെ 2 മന്ത്സേ ഉള്ളൂ, പക്ഷേ ഇത് ക്ലീനാണ്. 2 മന്ത്സും ഉണ്ടാവില്ല. കാര്യം ഇത് വാങ്ങിച്ചത് ഞാനൊരു ഇന്ത്യക്കാരിൻ്റെ അടുത്തു നിന്നാണ്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഉപയോഗിച്ചിട്ടേ ഇല്ല, മോൻ ഇതിൽ കിടന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ. അവൾക്ക് മോനായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവളെ പരിചയപ്പെട്ടത്. അവൾ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഞാൻ എന്ത് സ്റ്റോറി ഇട്ടാലോ സ്റ്റാറ്റസ് ഇട്ടാലോ വന്നിട്ട് എനിക്ക് സജഷൻസൊക്കെ പറഞ്ഞുതരും. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ ഒരാളെ കിട്ടിയപ്പോൾ പെട്ടെന്ന്. അപ്പോൾ ഇത് പുള്ളിക്കാരൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പിന്നെ വാങ്ങിച്ചത് മൈ ബേബിൻ്റെ കാർ സീറ്റാണ്. ഇതിൽ കാർ സീറ്റ് മാത്രമേ ഉള്ളൂ. കാര്യം നമ്മൾ ലേറ്റായിപ്പോയി ഓർഡർ ചെയ്യാൻ. അപ്പോൾ ഇത് മാത്രമാണ് ഇപ്പോൾ വന്നത്. ഇനി 2-in-1 അതിൻ്റെ സ്ട്രോളറും മറ്റേ സ്ട്രോളർ സാധനം, ബാസ്ക്കറ്റും സ്ട്രോളറെല്ലാം കൂടെ വരുന്നുണ്ട്. മൈ ബേബീനെ തന്നെ വാങ്ങിച്ചത് ഗ്രീൻ കളറ്. അപ്പോൾ ഇതാണ് കാണിച്ചത്. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച. എനിക്ക് ഈ കളറ് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. നല്ല രസമുണ്ട് ഗ്രീൻ കളറ്. എനിക്ക് കാണാൻ പറ്റും. വലിയ വെയിറ്റ്, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതാണ് ഇത്. അയ്യോ, ഇതെങ്ങനെയാണോ അത് ഞെക്കണം. 2 സൈഡ് ഞെക്കി കഴിഞ്ഞാൽ മനസ്സിലായി. അപ്പോൾ ഇതാണ് നല്ല രസമില്ല കാണാൻ, ഗ്രീൻ കളർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പക്ഷേ ഇത് ആമസോണിൽ ആരും വാങ്ങിച്ചതാണ്ടില്ല ഈ കളറ്. അപ്പോൾ ഞങ്ങൾക്ക് ഡൗട്ടായി അതെന്താണ് ആരും ഗ്രീന് വാങ്ങിക്കാത്തതെന്ന്. പക്ഷേ കൊള്ളാട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കൂടെ ന്യൂ ബേബീൻ്റെ ഇൻസേർട്ട് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ നമ്മൾ ഇതെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതും മറ്റേ സ്ട്രോളറിൻ്റെ ആ സാധനം എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ
ഇതിൻ്റെ റേറ്റൊക്കെ അറിയണ്ടെങ്കിൽ DM ചെയ്താൽ മതി. ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ലിങ്ക് വേണ്ടിയൊക്കെ ചോദിച്ചാൽ തരാം. മൈ ബേബി നല്ല ബ്രാൻഡാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കല്ല, ഇവനാണ് കുറേ റിസർച്ച് ചെയ്തിട്ടാണ് മൈ ബേബി നല്ലതാണെന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങൾ, കുറേ കമ്പനീസ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്താണ് നമ്മൾ മൈ ബേബി ചൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പോവാം ഗൈസ്. കാര്യം എനിക്കിങ്ങനെ കുറേ സമയം സംസാരിക്കുമ്പോഴത്തേക്കല്ലേ ശ്വാസം മുട്ടുന്നു. അപ്പോൾ നമുക്ക് പോയാലോ? കമ. ഞാൻ ഡോക്ടറെ കാണിച്ച്, അപ്പോൾ എനിക്ക് ചെസ്റ്റിൽ എല്ലാം ചെസ്റ്റൊക്കെ ക്ലിയറാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ സാച്ചുറേഷൻ ഓക്സിജൻ ലെവലൊക്കെ ഓക്കെയാണ്. അപ്പോൾ എനിക്കൊരു ഇത് തന്നിട്ടുണ്ട്, ഇൻഹേലർ ഡെയിലി യൂസ് ചെയ്യാൻ. ഞങ്ങളാണെങ്കിൽ കാറിൽ ടാക്സിയിലായിരുന്നു വന്നത് ഇവിടെ. അപ്പോൾ നല്ല മഴയുണ്ട്, കുടയെടുക്കാൻ മറന്നുപോയി. സോ ഞാനിതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. ഇനി പറ്റെങ്കിൽ നമുക്കൊരു കുട വാങ്ങിക്കണം, അല്ലെങ്കിൽ ഒരു തൊപ്പി വാങ്ങിക്കണം, എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണം. അല്ലെങ്കിൽ ഞാൻ പനിച്ച് ഇനിയും കിടക്കും. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെക്കണം. ഭയങ്കര ടയേർഡായി, കുറേ നടക്കാൻ പറ്റുന്നില്ല. സോ ടയേർഡ്, കാലൊക്കെ ഭയങ്കര വേദന എടുക്കുന്നത്. സോ ഒരു ഫുൾ ഡേ ഒന്നും ഞാൻ എടുക്കുന്നില്ല. കാര്യം രാത്രി ഒന്നുമില്ല, ഞാൻ എവിടെയും പോകുന്നൊന്നുമില്ല. ഇനി മൊത്തം ടയേർഡായിരിക്കും, മൊത്തം ഉറക്കമായിരിക്കും. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് കാണുന്നവരെ ബൈ ഗൈസ്.